ഹലോ. ഹലോ, നമസ്കാരം. നമസ്കാരം. വിവരങ്ങളൊക്കെ അറിഞ്ഞല്ലോ? പിന്നെ എല്ലാം അറിഞ്ഞു. അന്നേരം ഇപ്പോഴത്തെ പുതിയ ഡെവലപ്മെന്റ് ഇതാണ്. ഈ രാഹുൽ മാങ്കൂട്ടത്തിന് പകരം OJ ജനീഷ്, യൂത്ത് കോൺഗ്രസ്. രാഹുൽ മാങ്കൂട്ടത്തിന് പകരം എന്ന് പറയല്ലേ. രാഹുൽ മാങ്കൂട്ടത്തിന് പകരം വെക്കാൻ കഴിയില്ല. രാഹുൽ മാങ്കൂട്ടത്തിന് പകരം ഒരിക്കലും പറയാൻ പറ്റില്ല, കമ്പയർ ചെയ്യാൻ കഴിയില്ല. രാഹുൽ മാങ്കൂട്ടത്തിന് പകരം എന്ന് പറയുന്നത് ഒരിക്കലും പറ്റൂല. അന്നേരം ഇപ്പോൾ പുതിയ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായിട്ട് OJ ജനീഷ്. അതുപോലെ പയ്യൻ ആൾക്കാരറിയോ? ഞാനിപ്പോ ഇപ്പൊ യുമാരുടെ ഇപ്പൊ പുതിയ ഭാരവാഹികളായിട്ട് തെരഞ്ഞെടുത്തവരുടെ പേര് പറഞ്ഞ ശേഷം നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഇപ്പോൾ ബിനു ചുള്ളിയിൽ വർക്കിംഗ് പ്രസിഡന്റ്, അബിൻ വർക്കിയെയും KM അഭിജിത്തിനെയും ദേശീയ സെക്രട്ടറി, ഇങ്ങനെ ഒരു ജംബോ നേതൃത്വം. അല്ല സുനിൽ സാറേ, ഈ OJ ജനീഷ് എന്ന് പറയുന്ന ആൾക്കാരെ ആരെങ്കിലും മലയാളികൾ അറിയോ? അല്ല, അവർക്ക് യൂത്ത് കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഒരു ദേശീയ പ്രസ്ഥാനത്തിന്റെ അതിന്റെ പോഷക സംഘടനയായ യുവാക്കളുടെ ഒരു സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റാണ് വെച്ചിരിക്കുന്നത്. ശരിയൊരു കാര്യമല്ല അത്. ഈ ജനങ്ങൾ അറിയുന്ന ഒരാൾ വേണ്ടേ. നിങ്ങൾ എവിടെയെങ്കിലും ഈ OJ ജനീഷിന്റെ ഒരു സമരം കണ്ടിട്ടുണ്ടോ? ഒരു സമരമുഖത്ത് കണ്ടിട്ടുണ്ടോ? ഒരു പാർട്ടിയുടെ പ്രവർത്തനത്തിൽ കണ്ടിട്ടുണ്ടോ? പബ്ലിക്കായിട്ട് എന്തെങ്കിലും ഒരു വിഷയത്തിൽ അവനെ കണ്ടിട്ടുണ്ടോ? ഒരു പ്രസ്താവന പോലും കേട്ടിട്ടുണ്ടോ? ഈ ഇദ്ദേഹത്തെ പോലെ ഒരാളെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആക്കിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു മണ്ഡലം പ്രസിഡന്റ് ആക്കാനുള്ള പവർ പോലും ഇല്ലാത്ത ഒരാളെ പിടിച്ചിട്ടാണ് സംസ്ഥാന പ്രസിഡന്റ് ആക്കിയിരിക്കുന്നത്. ഇദ്ദേഹത്തെ ജനങ്ങളറിയില്ല, കോൺഗ്രസ്സുകാരറിയില്ല, യൂത്ത് കോൺഗ്രസ്സുകാരറിയില്ല. ഇന്ന് വരെ മതിയെന്ന് ഇവന്മാർക്ക് അതുപോലത്തെ കിണകളായിട്ടുള്ളവന്മാരെ മതി. അതെ, അതാണ് സത്യം. രാഹുലിനെ പോലുള്ള മിടുക്കന്മാർ വന്നു കഴിഞ്ഞാൽ ഇവന്മാരുടെ പരിപാടി നടക്കുവോ? അതിന്റെ സത്യം എന്താണെന്ന് അറിയാം. ഇതിലിപ്പോ യാഥാർത്ഥ്യം എന്താണെന്ന് അറിയാം. രാഹുൽ മാങ്കൂട്ടത്തിൽ പഴയതിനേക്കാൾ വളരെ സ്ട്രോങ് ആയിട്ട് ഇപ്പൊ രംഗപ്രവേശം ചെയ്തു. വളരെ സ്ട്രോങ് ആയിട്ട് ജനങ്ങളുടെ ഇടയിലേക്ക് വീണ്ടും അവനുള്ള മൈലേജ് എന്താ പറയാ 10 മടങ്ങ് വർദ്ധിച്ചു ഇപ്പോ. അത് മാത്രമല്ല, ഈ ഷാഫി പറമ്പിന്റെ വിഷയത്തില് ഈ ചതീശനും ഗിരീശനും ഒതുക്കീശനും കേക്കച്ചനൊന്നും ഒരു അക്ഷരം പോലും പ്രതികരിച്ച് കണ്ടില്ല. ചെറിയ പ്രസ്താവനകളല്ലാതെ വേറൊരു കോപ്പും ചെയ്യണ കണ്ടില്ല. ആ സ്ഥാനത്ത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രസ്താവനകൾ കണ്ടില്ലേ? വിജയൻ എന്ന് പേരെടുത്ത് പറഞ്ഞ് തന്നെയാണ് അവൻ ഈ പ്രസ്താവന നടത്തിയത്. അപ്പൊ അവന്റെ ചങ്കൂറ്റം ആലോചിച്ച് നോക്ക്. ഇത്രയും വലിയൊരു ഇഷ്യൂ അവന്റെ പേരിൽ ഇടതുപക്ഷക്കാരൻ നടത്തുമ്പോ ഇത്രയും വലിയ പ്രസ്താവനകൾ നടത്തുന്ന ഒരു വെല്ലുവിളി നടത്തുന്നതിൽ രാഹുൽ മാങ്കൂട്ടത്തിനല്ലാതെ വേറെ ആർക്ക് കഴിയും സുനിൽ സാറേ? ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പൊ ഇവന്റെ ഈ പ്രസ്താവനകളും അവന്റെ ഈ പ്രവർത്തനങ്ങളും വീണ്ടും രംഗപ്രവേശം ചെയ്തതും അതിന്റെ ജനപിന്തുണ 10 മടങ്ങ് വർദ്ധിച്ചതും കേക്കച്ചനെ പോലുള്ള ആളുകൾക്ക് തീരെ അങ്ങനെ ദഹിച്ചിട്ടില്ല. അത് ഒരു പേടി. അപ്പൊ ഷാഫി പറമ്പലിന്റെ വിഷയത്തിൽ അവൻ എന്ത് ശക്തമായ നിലപാട് സ്വീകരിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിന്. പക്ഷെ വേറെ ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കന്മാർ ഇവരൊരു MP ഇതുപോലെ ആക്രമിച്ചിട്ട് ഇവന്മാരൊക്കെ മാളത്തെ കയറി ഇരിക്കുകയാണോ? നാണാവില്ല ഇവർക്ക്? രാഹുലിനെതിരെ ഇപ്രകാരം ഒരു ആരോപണം വന്നപ്പോ തന്നെ ഇവൻ ചാടിത്തുള്ളി വന്ന് നടപടിയെടുത്തു കഴിഞ്ഞു. എന്നാൽ ഷാഫിക്കെതിരെ ഇപ്രകാരം ഒരു ആക്രമണം ഉണ്ടായി 24 മണിക്കൂർ കഴിഞ്ഞപ്പോൾ പോലും ഇവന്മാർ ഇവിടെ ഇല്ല, ഇവന്മാർ ദുബൈയിൽ പോയേക്കുന്നു, എന്നിട്ട് നാട്ടുകാരെന്ത് വിചാരിക്കുന്നു പറഞ്ഞിട്ട് ഒരു പ്രതികരണം ഇട്ടിരിക്കുന്നു. അതെ, അല്ല എന്ത് പ്രതികരണം? വാർത്താ സമ്മേളനം നടത്തിയതോ അല്ലെ പത്രക്കാരോട് പറഞ്ഞതോ? അതോടെ പ്രതികരണം. പബ്ലിക്കിന്റെ ഇടയിൽ പബ്ലിക്കിന്റെ ഉള്ളില് പബ്ലിക്കിന് മനസ്സിലാവാവുന്ന രൂപത്തിൽ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് എന്ത് പ്രതിഷേധമാണ് ഈ പേരാമ്പ്രയും കോഴിക്കോടും അല്ലാതെ കാണിച്ചത്? അവിടെയുള്ള ആൾക്കാർ അസലാത് ഈ MSFന്റെ പിള്ളേരും അതുപോലെ തന്നെ ഈ മുസ്ലിം ലീഗിന്റെ പിള്ളേര് UDFന്റെ മൊത്തം അണികളവിടെ ഇറങ്ങിയിട്ട് വലിയ വിഷയം ഉണ്ടാക്കി. കാരണം തൊട്ടത് ഷാഫീനല്ലേ. ഇവന്മാരുടെ അക്ഷരമില്ലേ ഷാഫീനൊക്കെ? സത്യത്തില് ഷാഫീനൊക്കെ ഇത് ചെയ്തതില് സതീശനൊക്കെ സന്തോഷിക്കുക. സത്യത്തില് അതാണ് സംഭവം. അതാണ് സംഭവം. അല്ലാണ്ട് ഈ KPCC പ്രസിഡന്റ് അയാൾക്ക് എന്ത് കിഴങ്ങനാന്നേ? എന്തായാലും ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായിട്ട് ഒരു MP അല്ലേ ഒന്നുമില്ലെങ്കിൽ? അല്ലാതെ വെറുതെ ഒരു സാധാരണ ഒരു നേതാവല്ലല്ലോ. KSUവിന്റെ പ്രസിഡന്റ് ആയിരുന്ന ആള്, യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്ന ആള്, അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിരുന്ന ആള്, ഇതിനൊക്കെ പുറമെ MLA ആയിരുന്ന ആള്, ഭാവിയിൽ മന്ത്രിയാവുമെന്ന് പ്രതീക്ഷിക്കുന്ന ആള്, ഇപ്പൊ നിലവിൽ MP ആയ ഒരാള്, അദ്ദേഹത്തെ പോലും അതിക്രൂരമായി പിണറായി വിജയന്റെ പോലീസ് മർദ്ദിച്ചിട്ട് ഒരക്ഷരം മിണ്ടാതെ ഒരു കളയും ചെയ്യാതെ കയറിയിരിക്കുകയാണ് സതീശനെ പോലുള്ള ആൾക്കാരെ. അപ്പൊ ആ സമയത്താണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ രംഗപ്രവേശം. അപ്പൊ അവരുടെ ആ മൈലേജ് നഷ്ടപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിന് വീണ്ടും ഇരട്ടി മൈലേജ് ആവുമെന്ന് കണ്ടപ്പോ ചാടി പറഞ്ഞ ആളുകളുടെ ആവശ്യം വരും. രാഹുൽ മാങ്കൂട്ടത്തിനെ വീണ്ടും യൂത്ത് കോൺഗ്രസിനെ പ്രസിഡന്റ് ആക്കാൻ ജനങ്ങൾ ആവശ്യപ്പെട്ടു തുടങ്ങി. അപ്പൊ എത്രയും പെട്ടെന്ന് അവരെ ഒഴിവാക്കാനുള്ള ഒരു തന്ത്രമാണ്. ഈ ഷാഫി പോലും ഒരുപക്ഷെ ആവശ്യപ്പെടാം രാഹുൽ മാങ്കൂട്ടത്തിനെ വീണ്ടും യൂത്ത് പ്രസിഡന്റ് ആക്കാനായിട്ട്. അപ്പൊ ഇതൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് ചതപ്പെടാതെ പറഞ്ഞിട്ട് ഈ ഒരാൾ പോലും അറിയാത്ത, നാട്ടുകാർക്ക് അറിയാത്ത, ജനം അറിയാത്ത, ഒരു സമരത്തിന് പോലും നിൽക്കാത്ത
പബ്ലിക്കായിട്ട് ഒരു ഇഷ്യൂ പോലും ഇറങ്ങാത്ത ഒരാളെ പിടിച്ചിട്ട് സംസ്ഥാന പ്രസിഡന്റ് ആക്കിയത്. പിന്നെ അബിൻ വർക്കി അവൻ 10 വാക്ക് സംസാരിച്ചിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ പോയതിനു ശേഷം അതിക്ക് മുന്നും അത്യാവശ്യം സംസാരിക്കാനും പോലീസിന്റെ അടുത്തായാലും സമരത്തിന്റെ മുന്നിലായും നേർക്കുനേർ നിൽക്കാനും സംസാരിക്കാനും ചങ്കൂറ്റമുള്ള ഒരു യുവാവായിരുന്നു. ആ യുവാവിനെ നാട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടു. നാട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടിന് അവന് കയ്യിലുണ്ടാവില്ലല്ലോ. അപ്പൊ ഈ സതീശൻ ഉദ്ദേശിക്കുന്നത് അവന് അല്ലെങ്കിൽ കഴിവുള്ള ഒറ്റ ആളും ഈ പാർട്ടിക്ക് വേണ്ട എന്നാണ് പുള്ളിയുടെ ഉദ്ദേശം, ഈ KPCCയുടെ തീരുമാനം. അതെനിക്ക് മനസ്സിലാവേണ്ടി ചോദിക്കുക. ഇതേപോലെയുള്ള അഭിജിത്തിന്റെ കാര്യം പിന്നെ പോട്ടെ നിൽക്കുക. അഭിജിത്ത് പണ്ട് സൈലന്റ് ആണ്, ഇപ്പോഴും സൈലന്റ് ആണ്. പക്ഷെ അബിൻ വർക്കി അതല്ലല്ലോ. അവനൊക്കെ നല്ല ചങ്കൂറ്റുള്ള യുവാവല്ലേ. അവനൊക്കെ ഈ നാട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടെ പിന്നെ ഈ കേരളത്തിൽ ആരാധന കൊണ്ടെടുക്കുക? യുവമാരെ വീട്ടിൽ നിന്ന് ആരെങ്കിലും കൊണ്ടുകൊടുത്തുവോ? എനിക്ക് മനസ്സിലാവേണ്ടി ചോദിക്കുക. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ശക്തമായ തിരിച്ചുവരവ് സതീശനെ പോലുള്ള ആൾക്കാർക്ക് ഹാലിളകിയുണ്ട്. അപ്പൊ അതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഒരു പരിചയവുമില്ലാത്ത, ഞാൻ പറയുന്നത് മാത്രം കേൾക്കുന്ന, എന്റെ ഇഷ്ടത്തിന് നിൽക്കുന്ന ഒരാളെ പിടിച്ചിട്ട് സതീശൻ പിടിച്ചിട്ട് യൂത്ത് കോൺഗ്രസിന് പ്രസിഡന്റ് ആക്കി. അതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ താങ്കളൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ OJ ജനേഷ് താങ്കൾ കേട്ടിട്ടുണ്ടോ? ഞാൻ കാര്യമായിട്ട് ചോദിക്കും, താങ്കൾ കേട്ടിട്ടുണ്ടോ? ഇതൊന്നും ആരും കേൾക്കാത്തൊരു പേര്. അതെ അതെ. അല്ല, ഈ ഒരു മാധ്യമ പ്രവർത്തനം എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന്റെ ഏതെങ്കിലും ഒരു പ്രവർത്തനത്തെ കുറിച്ച് താങ്കൾക്കൊന്ന് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? ഇയാൾ ഒരു സമരത്തിൽ പങ്കെടുത്തതായിട്ടോ അല്ലെങ്കിൽ ഒരു ശ്രദ്ധേയമായ ഒരു പ്രസ്താവന ഇറക്കിയതോ ഒന്നും ഇയാളുടെ ഒരു ബൈറ്റ് പോലും ഏതെങ്കിലും ഒരു മാധ്യമങ്ങളിൽ വന്ന് കണ്ടിട്ടുണ്ടോ? ഇനി വേണ്ടല്ലേ നമ്മുടെ ഇത് പോട്ടെ. ഇനിയിപ്പോ വാശി തീർക്കാനാണെങ്കിൽ നല്ലൊരു യുവാവ് അപ്പുറത്തൊക്കെ ഉണ്ടല്ലോ, നല്ല കഴിവുള്ള ഒരു യുവാവ്, നമ്മുടെ എന്താ പയ്യന്റെ പേര്, ജിൻഡോ ജോൺ ഇല്ലേ? പാർട്ടി വളർന്ന യൂത്ത് കോൺഗ്രസ് വളർന്നെന്ന് വെച്ചാൽ ആ ജിൻഡോ ജോണിനെ പിടിച്ചാക്കായിരുന്നില്ലേ? അവൻ നല്ല കഴിവും ചങ്കൂറ്റുള്ള പയ്യനെ, രാഹുൽ മാങ്കൂട്ടത്തിന്റെ പോലെ. എന്താ അവനെ പിടിച്ചാക്കാഞ്ഞത്? അപ്പൊ കഴിവുള്ളവർ വേണ്ട, അയാൾ പറയുന്ന കേട്ട്, സതീശൻ പറയണ കേട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ഒരാൾ മതി എന്നുള്ള രൂപത്തിലാണ് ഈ പയ്യനെ. സിബി റോസ്ബെൽ പറഞ്ഞതുപോലെ ഇവന്റെ പെട്ടി ചുമക്കുന്ന, ഇവന്റെ ചെരുപ്പ് നിൽക്കുന്ന വരെ മാത്രം ഇവന് മതി ഓരോ പദവിയിലേക്കും. അതെ, അതാണ്. കാരണം അവന്റെ പെട്ടി നോക്കാനായിട്ട് രാഹുൽ മാങ്കൂട്ടർ അവന്റെ പെട്ടി നോക്കാൻ കിട്ടില്ല, ഈ ജിൻഡോ ജോൺ അവന്റെ പെട്ടി നോക്കാൻ കിട്ടില്ല, അബിൻ വർക്കിനെ കിട്ടില്ല, ഷാഫി പറമ്പലിനെ കിട്ടില്ല, ഈ യുവാക്കളെ ആരെയും കിട്ടില്ല, ഈ മാറ്റി കൊണ്ടുവരുന്നവരെ കിട്ടില്ല. ഈ വക യുവാക്കളൊന്നും ഇവന്റെ പെട്ടി നോക്കാം. അവരുടെ കഴിവ് കൊണ്ട് വളർന്നുവന്ന ആൾക്കാരാ, ഇവന്റെ തണലിൽ വളർന്നുവന്ന ആൾക്കാരല്ല, അല്ലെങ്കിൽ ഇവന്റെ പെട്ടി താങ്ങിയിട്ട് വളർന്നുവന്ന പിള്ളേരല്ല. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നും ഒരു സഹായം ഈ സതീശന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല, കോൺഗ്രസ് പാർട്ടിയുടെ ഉണ്ടായിട്ടില്ല. ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഷാഫിയുടെയാണ്. ഷാഫിയുടെ ഫുൾ സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട്. അല്ലാതെ അവന്റെ കഴിവ് കൊണ്ട് കയറി വന്നവനാ. ഇപ്പോഴും അവന്റെ ഇനി 4 കൂടെ ഏച്ചുകെട്ടി വെച്ചാൽ പോലും രാഹുൽ ഒരു പകരക്കാരനാകുമാര്. 4 പകരക്കാരില്ലെന്നേ. ഇപ്പൊ അവന് പകരക്കാരനായിട്ട് വെക്കാമെന്നുണ്ടെങ്കിൽ ഇന്നൊരു പകരം എന്ന് പറയാനായിട്ട് അതുപോലെ പ്രവർത്തിക്കുന്ന ഒരാൾ എന്ന് പറയുന്നത് ഈ ജിൻഡോ ജോൺ മാത്രമേ ഉള്ളൂ കേരളത്തില്. വേറെ ഒരു മനുഷ്യനുമില്ല. അവന്റെ പകരക്കാരായിട്ട് ഈ 4 പേരെന്നല്ല, ഇനി ഒരു 40 പേരെ വെച്ചാലും പറ്റൂല. കോൺഗ്രസിൽ ഇപ്പൊ നിലവിലുള്ള ഒരു 40 പേരെ ഒരു സ്ഥാനത്ത് പ്രസിഡന്റ് എന്ന് പറയുന്ന 40 പേരെ വെച്ചാലും അവർക്ക് പറ്റൂല ഇവരെ ഒപ്പത്താനായിട്ട്, ഈ രാഹുൽ മാങ്കൂട്ടർ ഒപ്പത്താനായിട്ട്. ഇവർക്കൊന്നും എന്താ ഞാൻ പറയാ, ഈ സത്യത്തിൽ കേൾക്കുമ്പോൾ വിഷമം തോന്നുന്നുണ്ട്. വിഷമല്ല, പുച്ഛം തോന്നുന്നു ശരിക്കും പാർട്ടിയോട്, ഈ കോൺഗ്രസ് പാർട്ടിയോട്. എന്തൊരു കിഴങ്ങന്മാരവര്. അല്ലെങ്കിൽ ഈ പാർട്ടിക്ക് ഉപകാരപ്രദമായ 10 സമരം നടത്തിയ, 10 ആളുടെ മുന്നിൽ സംസാരിക്കാൻ അറിയാവുന്ന, അല്ലെങ്കിൽ 10 പ്രശ്നങ്ങളിൽ ഇടപെട്ട ഒരു മനുഷ്യനാണെങ്കിൽ ഒരു വിഷയവുമില്ല. വേണ്ട, ഒരു ചാനലുകാരുടെ അടുത്തെങ്കിലും 10 വാക്ക് സംസാരിക്കാൻ അറിയാവുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നവുമില്ല. ഇതല്ലല്ലോ. ഒന്നും അറിയാത്ത, ഒന്നും മിണ്ടാത്ത, ഒരു സമരം ചെയ്യാത്ത, അടങ്ങി ഒതുങ്ങിയിരിക്കുന്ന ഒരാളെ പിടിച്ചിട്ട് ഉണ്ടാക്കി. ഒരു മണ്ഡലം പ്രസിഡന്റ് ആവാനുള്ള പവർ ഉണ്ടായില്ല, അല്ലെങ്കിൽ വേണ്ട ഒരു ബ്ലോക്ക് പ്രസിഡന്റ് ആവാനുള്ള പവർ ഉണ്ട്. ഇനി അതിനപ്പുറം പോയാൽ ഒരു ജില്ലാ പ്രസിഡന്റ് ആവാനുള്ള പവർ ഉണ്ട്. അതിനപ്പുറത്തേക്ക് OJ ജനേഷ് ഒന്നുമില്ല. അവനെ പിടിച്ച സംസ്ഥാന പ്രസിഡന്റ് ആക്കാന്ന് പറഞ്ഞൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ ഇതിന്റെ ഉദ്ദേശം എന്താണ്? അങ്ങനെ മിടുക്കന്മാരും വൈബ്രൻസി ഉള്ളവരും ഇതിനകത്ത് വേണ്ടെന്നേ. ഞങ്ങളുടെ തലയ്ക്ക് മേളിൽ പറക്കാൻ സാധ്യതയുള്ള, ഞങ്ങളുടെ മേലിൽ ശ്രദ്ധ കിട്ടാൻ സാധ്യതയുള്ള ഒരുത്തനും വേണ്ടെന്ന്. അയ്യോ, എനിക്ക് സങ്കടം തോന്നുന്നു സുനിൽ സാറേ. സത്യം പറഞ്ഞ ഇത്രയും വലിയൊരു അനുകൂല സാഹചര്യം, ഒരു പ്രതികൂല സാഹചര്യം തരണം ചെയ്ത് വന്നേ ഉള്ളൂ. ഇപ്പോൾ വലിയൊരു പ്രതികൂല സാഹചര്യമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കൂടി കടന്നു പോയത്. അതിനുശേഷം ഈ അമ്പലക്കള്ളന്മാർ വന്നോട് കൂടിയിട്ട്, ഈ അമ്പലക്കള്ളന്മാരും കള്ളപ്പണക്കാരും വന്നോട് കൂടിയിട്ട് UDFന് വ്യക്തമായ ആധിപത്യം വന്നിരുന്ന സമയമായിരുന്നു. ആ സമയത്ത് ഈ യുവാക്കളെ ഇറക്കി പാർട്ടിയെ പിടിച്ചടക്കാൻ, ഈ സമൂഹത്തിനുള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഇവരുടെ വിഷയങ്ങൾ അവതരിപ്പിക്കാനും കൃത്യമായി ബോധിപ്പിക്കാനും കഴിവുള്ള ഒരുപാട് പിള്ളേരെ ഒഴിവാക്കിക്കൊണ്ട് ഇവർ എന്ത് പിന്നാക്കം ചെയ്യാനാ പോണേനി? എനിക്ക് മനസ്സിലാവില്ല. നമ്മൾ പറഞ്ഞത് വളരെയേറെ യാഥാർത്ഥ്യമാണ്. പിണറായിക്ക് 3ാം വട്ടവും തുടർഭരണം ഉറപ്പാക്കുവാൻ, അതുപോലെ കർണാടക ലോബിക്ക് അവരിവിടെ വരുന്നതിന് മുമ്പ് വെട്ടിനിരത്തൽ റെഡിയാക്കുവാൻ വേണ്ടി ഇവൻ ചെയ്യുന്ന പണികളാണ് എന്ന് നമ്മൾ പറഞ്ഞത്, അലർട്ട് ചെയ്തത് അക്ഷരം പ്രതി
ശരിയായി. 100%. കാരണം ഇവിടെ പിണറായി വിജയന് വീണ്ടും ഭരണം നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതിയിലേക്ക് ഇപ്പൊ ഈ അമ്പലക്കൊള്ള നടത്തി, ഈ ശബരിമല കൊള്ളയും ഇപ്പൊ ശബരിമലയുടെ പടി പോലും പോയെന്നാ പറയണേ. അവരെ ചവിട്ടിക്കയറുന്ന പടി ഉണ്ട്, ആ പടിയുടെ സ്വർണ്ണം പോലും കാണാതെ എന്ന് പറയണേ. അപ്പൊ അങ്ങനെ ഇതിലുള്ള സ്ഥിതിവിശേഷത്തില് വീണ്ടും പിണറായി വിജയന് വലിയ ഒരു എന്താ പറയാ പ്രതിസന്ധി. ആ പ്രതിസന്ധി അതായത് ഈ അമ്പലക്കൊള്ളയും ഈ സ്വർണ്ണക്കൊള്ളയും എല്ലാം മറക്കും. അതായത് ജനങ്ങൾ വൈകാരികമായി, ഈ രാഹുലിനെ ഇഷ്ടപ്പെടുന്ന ജനങ്ങളെല്ലാം വൈകാരികമായി ഈ പ്രസ്ഥാനത്തിനെതിരെ ഇപ്പൊ തിരിയുമെന്ന് മനസ്സിലാക്കി തന്നെ ഇതിനെ മുടിപ്പിക്കാൻ വേണ്ടി തന്നെയല്ലേ ഇവൻ ഇപ്രകാരം ഒരു നടപടി ഇപ്പം തീർക്കപ്പെട്ടെടുത്തത്? ഒരു സംശയവും വേണ്ട. ഇവര് ഭരണം കിട്ടരുതെന്നുള്ള വാശിയോട് കൂടിയാണ് കോൺഗ്രസ് പ്രവർത്തിക്കുന്നത്. തീർച്ചയായിട്ടും UDF ഭരണം കിട്ടരുത് എന്നുള്ള ശക്തമായ നിലപാടെടുത്താണ് ഇപ്പോൾ സതീശൻ മുന്നോട്ട് പോകുന്നത്. അല്ലെങ്കിൽ ഇതുപോലൊരു അനുകൂല സാഹചര്യം നിലനിൽക്കുമ്പോൾ ഈ സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ടുവന്ന് വെല്ലുവിളിക്കല്ലേ വേണ്ട പാർട്ടീനെ, അവരെ CPM അല്ലെങ്കിൽ സർക്കാരിനെ. ഈ സമയത്ത് കൊണ്ടുവന്ന രാഹുൽ മാങ്കൂട്ടത്തെ കൊണ്ടുവന്ന് ഇവർക്ക് ഒരു ചുക്കും ചെയ്യാൻ പറ്റൂല. അപ്പൊ കൊണ്ടുവന്ന് ഞങ്ങളുടെ പയ്യൻ നിരപരാധിയാണെന്ന് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്, അവൻ സത്യസന്ധമായിട്ട് ചെയ്തിട്ടുള്ളൂ, അവനൊരു തെറ്റും ചെയ്തിട്ടില്ല, അവന്റെ പേരിൽ ഒരു ആരോപണം ഇപ്പോൾ പോലും നിലനിൽക്കുന്നില്ല, ആരോപണം ഉന്നയിച്ച ആളുകൾ പോലും ഇട്ടിട്ട് പോയി, ഞങ്ങൾക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ട്. ഈ സ്ഥിതിവിശേഷം ഞങ്ങൾ അവനെ വീണ്ടും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ആക്കുന്നു എന്ന് പറഞ്ഞ് അവനെ ഇറക്കി കൊണ്ടുവരാനുണ്ട് ആ ധൈര്യം കാണിക്കാതെ അപ്പൊ ഈ പാർട്ടിക്ക് ഭരണം കിട്ടരുത് എന്നുള്ള അജണ്ട വെച്ചുകൊണ്ട് പ്രവർത്തിക്കല്ലേ സതീശൻ? അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ കൊണ്ടുവരേണ്ടത് സത്യത്തിൽ. ഇപ്പൊ പണ്ട് ഞാൻ പറഞ്ഞിട്ടില്ലേ MM മണിയുടെ കേസ്, MM മണിനെ ഉമ്മൻചാണ്ടിയുടെ പോലീസ് അറസ്റ്റ് ചെയ്തു, ജയിലിലിട്ടപ്പോ പിണറായി വിജയൻ പറഞ്ഞ അന്ന് പറഞ്ഞൊരു വാക്കുണ്ട്, വിലഞ്ഞു വെച്ച കൈകൊണ്ട് തന്നെ സെലൂട്ട് അടിപ്പിക്കുന്നത്. ചെയ്തില്ലേ ഇത്? അതാണ് പിണറായി വിജയൻ. അപ്പൊ ഈ തന്റെ ഇടം എന്തുകൊണ്ട് ഈ കിഴങ്ങന്മാർക്കില്ല? എനിക്ക് മനസ്സിലാവാത്ത കാര്യം അതാ. ഇവന്മാർക്ക് എന്താ ഇല്ലാത്ത? രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരുള്ള കുറ്റം എന്താണെന്ന് ഇപ്പോഴും പറയാൻ പറ്റിയിട്ടുണ്ട് അവർക്ക്? അതായത് രാഹുലിനെതിരെ ഒരു കുറ്റവും ഇല്ല, പരാതിയില്ല, FIR ഇല്ല എന്ന വിഷയത്തിൽ ഏറ്റവും കൂടുതൽ വിഷമവും ചങ്കത്തടിയും നിലവിളിയുമായിട്ടിരിക്കുന്നതും വിഷമം വന്നതും നാണക്കേട് വന്നതും VD സതീശനാണെന്ന് ഓർക്കണം. അതേന്നെ, എന്തൊരു ഗതികേടാന്ന് ഓർത്ത് നോക്കി. ഇയാൾക്ക് ഈ പത്രക്കാരെ കാണുമ്പോൾ തള്ളാനല്ലാണ്ട് വല്ലതും അറിയോ? വല്ലതും ചെയ്യാൻ ആൾക്കറിയോ? പത്രക്കാരെ കാണുമ്പോൾ കേരളം കാണാത്ത രൂപത്തിലുള്ള സമരം, ബോംബുകൾ പൊട്ടിക്കും, ആന പൂന എന്തൊക്കെയാ പറയാ, വാസം മോശപ്പെട്ട് സംസാരിക്കേണ്ട ഒരു ആളുകളൊക്കെ പറയുമ്പോൾ അതുപോലെ സംസാരിക്കാനല്ലാതെ ഒരു 10 സ്ഥലത്ത് വേണ്ട, ഈ 14 ജില്ലയിൽ 140 നിയോജക മണ്ഡലിൽ ഈ 1000ഓളം പഞ്ചായത്തിൽ ഒരു സ്ഥലത്ത് മര്യാദയ്ക്ക് ഒരു സമരം നടത്താൻ ഈ സതീശനെ കൊണ്ട് കഴിഞ്ഞോ? ആ കുന്നുകുളം വിഷയത്തിൽ കേരളം കാണാത്ത സമരം കാണുന്നല്ലേ പറഞ്ഞേ? ആ കുന്നുകുളം സുജിത്തിനെ പോലീസ് ആക്രമിച്ച വിഷയത്തിൽ കേരളം കാണാത്ത സമരങ്ങൾ കാണുന്നല്ലേ പറഞ്ഞേ? ഈ ഷാഫിയുടെ വിഷയത്തിൽ ഒരു സമരം നടത്താൻ ഇവർക്ക് കഴിയുന്നുണ്ടോന്നേ? അപ്പൊ കഴിയാഞ്ഞിട്ടല്ലല്ലോ, ചെയ്യാഞ്ഞിട്ടല്ലേ? നമ്മൾ ചിന്തിക്കണം, അങ്ങനെയാ നമ്മൾ ചിന്തിക്കണം. കാരണം ഒരു കാരണവശാലും ഒരു സമരം ചെയ്യാൻ കഴിയാത്ത പാർട്ടി അല്ല കോൺഗ്രസ്. UDF നല്ല ശക്തിയുള്ള വലിയ ആളുകളുള്ള ജനപ്രതിനിധിയുള്ള പാർട്ടി തന്നെയാണ് കോൺഗ്രസ്. ആ കോൺഗ്രസിന്റെ ഒരു MP ആക്രമിച്ചിട്ട് ഒരു സമരം ചെയ്യാൻ പോലും കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഇവർക്കൊക്കെ കെട്ടിപ്പൊട്ടി പൊക്കൂടെ? എന്തിനാണ് ഇങ്ങനൊരു പാർട്ടി? സ്വന്തം MP സംരക്ഷിക്കാൻ കഴിയില്ലാത്ത ഇവരെങ്ങനെ ജനങ്ങളെ സംരക്ഷിക്കുക? എന്റെ ചോദ്യം അതാ. അവരുടെ പാർട്ടിയുടെ ഒരു MP സംരക്ഷിക്കാൻ ഇവർക്ക് കഴിയില്ല എന്നുണ്ടെങ്കിൽ ഇവരെങ്ങനെയാണ് ഈ കേരള പൊതുസമൂഹത്തെ, ഈ പൊതുജനങ്ങളെ സംരക്ഷിക്കുന്നത്? പാർട്ടി പ്രവർത്തകരെ സംരക്ഷിക്കാൻ കഴിയില്ല, പാർട്ടിയിലെ നേതാക്കന്മാരെ സംരക്ഷിക്കാൻ കഴിയില്ല, പാർട്ടിയിലെ ജനപ്രതിനിധികളെ സംരക്ഷിക്കാൻ കഴിയില്ല. പിന്നെ ഇവർ എന്ത് പിന്നാക്ക ജനങ്ങളെ സംരക്ഷിക്കുക? എങ്ങനെ കേരളത്തെ സംരക്ഷിക്കുക? എനിക്ക് മനസ്സിലാവില്ല. അപ്പൊ ഇവരുടെ കയ്യിലൊക്കെ ഭരണം കിട്ടാത്ത അവസ്ഥ എന്തായിരിക്കും? ചിന്തിക്കട്ടെ നമ്മൾ. ഈ സതീശനെ പോലുള്ള ആൾക്കാരൊക്കെ വീണ്ടും ഒരിക്കൽ ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ ഇത് വീണ്ടും CPM എഴുതി കൊടുക്കുന്ന പോലെ തന്നെയാണ്. അപ്പൊ അതിന് നല്ലത് CPM കൊണ്ട് കൊടുക്കല്ലേ? സതീശനും അറിയാതെ. ഇപ്പൊ സതീശൻ മുഖ്യമന്ത്രി ആയാലും സതീശൻ മന്ത്രി ആയാലും ഭരണം നടത്ത CPM തന്നെ പിണറായി വിജയൻ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കം ആർക്കുമില്ല. അതുകൊണ്ട് തന്നെ സതീശൻ എന്ത് വിചാരിച്ചു? അങ്ങനെ ആയാലും ഞാൻ ഭരിച്ചാലും അവിടെ ഭരണം നടത്താൻ ഇടതുപക്ഷം തന്നെ പിണറായി വിജയൻ തന്നെയാണ്. അന്നാ പിന്നെ പിണറായി ഭരിച്ചോട്ടെ, അതിന് ചില്ലറ മേടിച്ച് പോക്കറ്റിൽ വയ്ക്കാം. മനസ്സിലായില്ലേ? ഇതാണ് ഒരു അജണ്ട. അല്ലാതെ ഇത്രയും അനുകൂല സാഹചര്യമുള്ളപ്പോൾ സാമാന്യ കോൺഗ്രസ്സുകാരോടുള്ള അല്പമെങ്കിലും കമ്മിറ്റ്മെന്റ് കാണിക്കണ്ടേ അയാള്? ഈ കോൺഗ്രസ് പ്രവർത്തകരോട്, ഈ ജനങ്ങളുടെ വികാരങ്ങൾ, അതായത് ഇത്രയും കഴിഞ്ഞ ദിവസം ഈ ലോകമെമ്പാടുമുള്ള ജനങ്ങളുടെ വികാരങ്ങളാണ് നമ്മൾ പുറത്തുവിട്ടത്. അതിനെ മാനിക്കാതെ ഇവന്മാർ ചെയ്ത ഈ നടപടിക്ക് കൃത്യമായ മറുപടി ഈ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ലഭിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അല്ല, അതിന് മറുപടി നമ്മളൊന്നും കൊടുക്കണ്ട, ജനങ്ങൾ കൊടുത്തോളും. ജനങ്ങൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ ജനങ്ങൾ വയലന്റ് തന്നെയാണ്, സംശയമൊന്നുമില്ല. ആരും ഇത് മറന്നിട്ടില്ല, മറക്കൂല. അടുത്ത ഇലക്ഷനിൽ എത്ര ഇലക്ഷൻ കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തോട് സതീശൻ ചെയ്ത ക്രൂരത ഒരു കാരണവശാലും ജനങ്ങൾ മറക്കില്ല, പ്രത്യേകിച്ച് കോൺഗ്രസ്സുകാർ മറക്കില്ല, ഒരു സംശയവും വേണ്ട. കോൺഗ്രസ്സുകാർ യുവാക്കളല്ല, യുവതികൾ ഉൾപ്പെടെ
യുവാക്കൾ മാത്രമല്ല, യുവതികൾ ഉൾപ്പെടെ, സ്ത്രീകൾ ഉൾപ്പെടെ, ആബാലവൃന്ദം, പെണ്ണുങ്ങളടക്കം ഈ ചെയ്ത ചതിയും ഈ രാഹുലിനോട് ചെയ്ത ക്രൂരതയും ഒരു കാരണവശാലും അവർ പൊറുപ്പിക്കില്ല അവര്. കാരണം ഒരുപാട് ആളുകളോട് നമ്മൾ നിരന്തരമായിട്ട് ഞാൻ ഇന്ന് കാലത്ത് ഒരു മീറ്റിംഗിൽ പങ്കെടുത്തു, കാളക്കൂട്ടത്ത് വലിയൊരു മീറ്റിംഗ് പങ്കെടുത്തു. ആ മീറ്റിംഗിൽ വിളിച്ചതും ഇതുപോലെ ഈ വിഷയം തന്നെയാണ് സംസാരമുണ്ടായിരുന്നത്. അവിടെയുള്ള ആളുകൾ മുഴുവൻ ഈ രാഹുൽ മാങ്കൂട്ടത്തിന് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നവരുടെ സ്ത്രീകൾ ഉൾപ്പെടെ എല്ലാവരും അവര് പോലും പൊറുക്കില്ല സതീശനോട്. സതീശൻ ചെയ്തിട്ടുള്ള അത്രയും വലിയ അപരാധമാണ്, പാപമാണ്. ഈ പാർട്ടിയെ പോലും അയാൾ വിറ്റ് കാശ് മേടിച്ചു എന്ന് പറയുമ്പോൾ ഇതിലും വലിയൊരു അപരാധത്തിന് എന്ത് ചെയ്യാനുണ്ട് സാറേ? ഇവന്മാര് ഞാൻ പറഞ്ഞില്ല, ഈ കഴിഞ്ഞ ദിവസം ദുബായിൽ പോയി ഇതിന്റെ ഫൈനൽ ഡീലിന് പോയതായിരിക്കണം. കാരണം ദുബൈയിൽ പോയി ഫൈനൽ ഡീൽ ചെയ്ത് വന്ന ഉടൻ തന്നെയാണ് ഇപ്രകാരം ഒരു നടപടി എടുത്തതെന്ന് ഓർക്കണം. അതെ, അത് 2-3 കാര്യങ്ങളുണ്ട്. ഈ ഷാഫിനെ ആക്രമിച്ച സമയം പോലെ നോക്ക്. ഷാഫിക്കെതിരെയുള്ള ഈ അക്രമത്തിന്റെ സമയം ഷാഫി എന്താ അവന്റെ വീട്ടിലേക്ക് വേണ്ടി തല്ലുകൊള്ളാൻ പോയതാണോ? ആണോ? ഈ പാർട്ടിക്ക് വേണ്ടിയല്ലേ? ഈ പാർട്ടിക്ക് വേണ്ടി പോയപ്പോ ഇവന്മാരെവിടെയായിരുന്നു ആ സമയത്ത്? ഒരാളെയും കണ്ടില്ലല്ലോടെ, ഒരാളെയും. ഇനി ആ ചെക്കൻ ആശുപത്രി കിടന്നപ്പോ ആകെ ചെന്നതാണ് സണ്ണി ജോസഫും കേസ് വേണുഗോപാല, വേറൊരു കിഴങ്ങന്മാര് കണ്ടില്ലല്ലോടെ. ഈ സതീശനെ കണ്ടില്ലല്ലോ ഭാഗത്ത്. സതീശ് എവിടെ പോയി? നമ്മൾ ചിന്തിക്കണ്ടേ? അപ്പൊ സതീശന്റെ ഉദ്ദേശം എന്താ? ഇത് ഇത്രയും പരസ്യമായിട്ട് ഞാൻ CPM പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണെന്ന് സതീശൻ പറയാതെ പറഞ്ഞു വെച്ചിട്ടും എന്തുകൊണ്ട് ഇവിടുത്തെ നേതാക്കന്മാർക്ക് മനസ്സിലാവാത്തെ? ഈ നേതാക്കന്മാർ എന്താണ് സതീശനെ പേടിക്കുന്നത്? സതീശനെ പേടിക്കേണ്ട കാര്യം എന്താണ് ഈ നേതാക്കന്മാർക്ക്? KC വേണുഗോപാലിനെ പോലെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി കുണാണ്ടറക്കില്ലേ, ഇവരൊക്കെ എന്തിനാ ഈ സതീശനെ പേടിക്കുന്നത്? അല്ല, എനിക്ക് മനസ്സിലാവാനില്ല. എന്താണ് സതീശൻ ഇത്രയും വലിയൊരു ആയുധം സതീശൻ്റെ കയ്യിലുള്ളത് ഇവന്മാർക്ക് പേടിക്കാൻ മാത്രം? ഈ സണ്ണി ജോസഫ് ആയിക്കോട്ടെ, KC വേണുഗോപാൽ ആയിക്കോട്ടെ, ഈ പറയുന്ന നേതാക്കന്മാർ ആരും ആയിക്കോട്ടെ, ഇവരൊക്കെ എന്തിനീ സതീശനെ പേടിക്കുന്നത്? സതീശൻ പറഞ്ഞു കൊടുത്ത് മറുവാക്കില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിയ പാർട്ടി. അവൻ പറയുന്ന എല്ലാ തോന്നിവാസങ്ങളും അംഗീകരിക്കുന്ന സ്ഥിതിയിലേക്ക് എത്തിയ പാർട്ടി. നമ്മളൊക്കെ ഈ കോൺഗ്രസിനെ എന്താ പറയാ, നശിച്ച് കാണരുതെന്നുള്ള ആഗ്രഹം കൊണ്ട് പറയണതാ. ആ പാർട്ടി രക്ഷപ്പെടണം, നശിച്ച് കാണരുത്. കോൺഗ്രസ് ഉണ്ടെങ്കിലേ ഇന്ത്യ ഉള്ളൂ, ഒരു സംശയവും വേണ്ട. ആ രാജ്യത്ത് ഇത്രയും വലിയ വിഷയങ്ങൾ നടക്കുമ്പോൾ ആ രാജ്യത്തുള്ള കാര്യങ്ങളിൽ ഇടപെടാനും ശക്തമായി പ്രതികരിക്കാനും RSSന്റെ ഇതുപോലെയുള്ള ഈ വർഗീയ രാഷ്ട്രീയം അവസാനിപ്പിക്കാനൊക്കെ രാഹുൽ ഗാന്ധിയെ പോലെയുള്ള കോൺഗ്രസ് നേതാക്കന്മാർ ഓടി നടന്ന് പടിയെടുക്കുമ്പോൾ ഇവിടെ സതീശൻ എന്ത് ചെയ്യുന്നു? കോൺഗ്രസ് മുക്ത കേരളം എന്ന് പറഞ്ഞ നടക്കാണ്. അതാണ് രസം. മനസ്സിലായില്ലേ? BJPയുടെ അജണ്ടയല്ല, BJPയുടെ അജണ്ട അഖിലേന്ത്യാ തലത്തിലാണെങ്കിൽ സതീശന്റെ അജണ്ട പിണറായി വിജയന്റെ കേരളത്തിലാണ്. അത് കേരളത്തിൽ പിണറായി വിജയൻ അനുകൂലമായ സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണോ സതീശന്റെ പണി? അതല്ലേ സതീശന്റെ പണി? അല്ലെങ്കിൽ ഈ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നല്ല കഴിവുള്ള പിള്ളേർ നിൽക്കുമ്പോൾ ഈ ഒരാൾ പോലും അറിയാത്ത ഇവന്റെ പറ്റി അങ്ങനെ പിടിച്ചാക്കേണ്ട കാര്യമുണ്ട്? അല്ല, ഇനി യൂത്ത് കോൺഗ്രസ് ആൾക്കാരുണ്ടാവോ ഇവനൊക്കെ പിടിച്ചാക്കി കഴിഞ്ഞാൽ? ആരുണ്ടാവും യൂത്ത് കോൺഗ്രസ് രംഗത്തിറങ്ങാൻ? പണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് ഷാഫിക്കുള്ള സമയത്ത് അവർക്കൊരു ധൈര്യം ഉണ്ടാവും, ഞങ്ങളെ സംരക്ഷിക്കാൻ ആളുണ്ട് എന്നുള്ളത്. ഞങ്ങളെ സംരക്ഷിക്കാൻ, ഞങ്ങളെ മുന്നിൽ ഇറങ്ങി നിൽക്കാൻ ആളുണ്ട് എന്നുള്ളത് ഒരു ധൈര്യം അവർക്കുണ്ടായിരുന്നു. അത് നമ്മൾ പാലക്കാട് കണ്ടു. പാലക്കാട് KSUക്കാർ പിള്ളേരെ ആക്രമിച്ചപ്പോൾ അതിന്റെ മുന്നിലേക്ക് ഇറങ്ങി നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അവൻ ഇറങ്ങി നിന്ന് കാരണം എന്നെ കൊണ്ടുപോകാതെ ഈ പിള്ളേരെ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. നിങ്ങൾ എന്നെ കസ്റ്റഡിയിൽ കൊണ്ടുപോ, അല്ലാതെ കുട്ടികളെ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ചങ്കുറ്റത്തോടു കൂടി അവരുടെ ഒപ്പം നിൽക്കുന്ന ഒരു നേതാവ് വേറെ ആരുണ്ടെന്നേ? ഈ ജനീഷ് നിൽക്കുമോ? ആരായി ജനീഷിനെ ആർക്കും അറിയാം? എനിക്ക് വ്യക്തിപരമായിട്ട് മനുഷ്യരോട് ഒരു അഭിപ്രായ വ്യത്യാസമില്ല. ഈ പാർട്ടിയിൽ ഇങ്ങനെ ചെയ്യുന്ന ഓരോ മൂല്യച്യുതികൾ കാണുമ്പോൾ നമുക്ക് പറയാതിരിക്കാൻ വയ്യ. ആ പയ്യന് നമുക്ക് യാതൊരു വ്യക്തിപരമായ അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ ഈ പാർട്ടി, ഈ യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ ഇല്ലാതാക്കാനല്ലാതെ യൂത്ത് കോൺഗ്രസ് ഒരു ഗുണം ഇതുകൊണ്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അടുത്ത ഇലക്ഷനിൽ തീർച്ചയായും സതീശന് ഇത് വലിയൊരു തിരിച്ചടി നൽകുന്നത് ഒരു തർക്കവും എനിക്കില്ല. മനസ്സിലായില്ലേ? ഇതാണ് ഇപ്പോഴത്തെ നിലവിലെ കണ്ടീഷനെങ്കിൽ, നിലവിലത്തെ പോക്ക് എങ്ങനെയാണെങ്കിൽ അത് അപകടം തന്നെയാണ്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.